നമ്മൾ മക്കൾ, കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ഈ താലോലിപ്പും ഈ സമ്പർക്കവും ഒക്കെ ആരാണിത് എന്ന് മനസ്സിലാക്കാതെയുള്ള സമ്പർക്കം. ഒരാളെ വിളിച്ചു, അച്ഛാന്ന് വിളിച്ചു, അച്ഛൻ മറുപടി പറയണു. ആരാ ഈ മറുപടി പറയണേ? ശരീരമാണോ മറുപടി പറയണേ? അങ്ങനെയാണെങ്കിൽ സുയജ്ഞൻ്റെ ശരീരം അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ വിളിച്ചപ്പോൾ മറുപടി പറഞ്ഞതാരാ? ആളെ നിങ്ങൾ കണ്ടുവോ? കണ്ടില്ലല്ലോ. എത്ര കാലമായി കൂടെ ഇരിക്കണു. അപ്പോൾ അച്ഛനോ അമ്മയോ മക്കളോ കുട്ടികളോ എല്ലാവരും പരസ്പരം ആരെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടോയെന്ന്. പിന്നെ ആൾ പോകുമ്പോൾ നിങ്ങൾ പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? വലിയൊരു ചോദ്യമാണപ്പാ. നിങ്ങൾ വിളിക്കുന്ന സുയജ്ഞൻ ഇവിടെ കിടക്കണില്ലേ എന്നാണ് ചോദിക്കണേ. ഈ ഇല്ല എന്നാണ് അവർ മറുപടി പറയുക. കിടക്കണില്ലല്ലോ, പോയില്ലോ എന്ന്. അപ്പോൾ പോയ ആൾ ഈ കിടക്കണ ശരീരമല്ലല്ലോ. അപ്പോൾ ശരീരമല്ലാത്ത സുയജ്ഞനെ നിങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സ്വല്പമെങ്കിലും കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ പുറപ്പെട്ടുവോ? ഇല്ല. അപ്പോൾ ഇനിയും ജീവിച്ചാൽ എന്താ വരിക? അപ്പോൾ നമ്മുടെ ജീവിതം ഒരു നഷ്ടക്കച്ചവടമാണ്, ലാഭക്കച്ചവടമല്ല. ലാഭക്കച്ചവടമാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കേൾക്കുന്നതും മറുപടി പറയുന്നതുമായ ആ വിശേഷപ്പെട്ട ഉൾസാന്നിധ്യമുണ്ടല്ലോ, അതിനെ എത്രയും വേഗം ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കണം എന്നാണ് ശ്രീമദ് ഭാഗവതം അനുശാസിക്കുന്നത്. നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാൻ. ഈ ഒരൊറ്റ വിചാരം മതി മനുഷ്യനെ പ്രബുദ്ധനാക്കാൻ. എന്തുമാത്രം ധൈര്യം, വിവേകം, വിശേഷബുദ്ധി, മനസ്സാന്നിധ്യം, പ്രത്യുത്പന്നമതിത്വം എന്തെല്ലാം ഉണ്ടാകുന്നറിയോ? ഈ ഒരു സ്പാർക്ക്, ഈ ഒരു പൊരി മതി. വിളിച്ചാൽ വിളി കേട്ട് മറുപടി പറയുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. എന്താ അവരുടെ മറുപടി? ഞങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അവർക്ക് പറയാൻ പറ്റുമോ? നോക്കൂ. നമ്മളുടെ ധർമ്മം മുഴുവനും യുക്തിസഹമാണ്. ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഉണ്ടാക്കി റാഷണലായിട്ടുള്ള പ്രസൻറ്റേഷനാണ്.